മോളെ നീ ഇത്ര പെട്ടെന്ന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ അവിടെ? ഞാൻ അങ്ങോട്ട് പോകൂലമ്മ. നീ ഒരു കാര്യം ചെയ്ത് കയറി പോരും, നാട്ടുകാരൊന്നും കേൾക്കണ്ട. ആൾക്കാരായിട്ട് വർത്താനം പറയാം. കാര്യമായിട്ട് സംസാരിക്കാം. എന്റെ മക്കളെ ഉമ്മമാരെ ചെല്ലക്കൂടെ കൊച്ചങ്ങ് ഉണങ്ങി പോയില്ലടി. കയ്യും തിരിക്കണം ഓക്കെയാണ്. ഇങ്ങനെ എന്റെ കൊച്ചിന് ആഹാരം കൊടുക്കാൻ പോലും എനിക്ക് അവിടെ സമയമില്ല. വീട്ടിൽ പോയത് പണിയാണ് ഉമ്മ. അങ്ങോട്ട് ഇടി ഇങ്ങോട്ട് ഇട്, അവിടെ തൂയി എനിക്ക് വയ്യ ഇനി അങ്ങോട്ട് പോവാൻ. ഇവിടെ നിന്നിട്ടാണ് ഉമ്മ എല്ലാം ശരിയാക്കി എടുക്കാം കേട്ടാ. കിടന്നാണ് വെച്ചേ. വിശക്കാൻ എത്ര സമയായി? 10 മണിയല്ലേ ആയോളൂ. നീ പോയാ മുച്ചേ ചിക്കെടുത്തും ഉറങ്ങു പെണ്ണേ. ഒരു കാര്യം ചെയ്തോ, അടുക്കളയിൽ മാമ എന്തെങ്കിലും ഉണ്ടാക്കും, നല്ല മണമൊക്കെ വരണല്ലോ. നമുക്ക് അങ്ങോട്ട് ചെയ്യും. ഉമ്മ ചിത്തി കൂടെ കിടന്ന് ഉറങ്ങട്ട്. സ്വന്തം വീട്ടിൽ വരുമ്പോഴേക്ക് ഉറങ്ങാൻ പറ്റും. കഷ്ടപ്പെട്ട് അടിയുണ്ടാക്കി ഇവിടെ വന്നത് അടുക്കള ജോലിയായിരുന്നു. മോളെ എണീറ്റാ? ഇന്ന് അപ്പം കുറുമക്കറി. മക്കളെ എന്നാ മാമിക്ക് വയ്യടാ, നല്ല തലവേദന മാമിക്ക്. മമ്മി പിന്നെ നാളെ ഉണ്ടാക്കി തരാം. എനിക്ക് അപ്പം വേണ്ട, ഇടിയപ്പം വേണം. എനിക്ക് അത് മതി. രാവിലെ തന്നെ ഇവിടെ എന്തോന്നാണ് ഒരു പ്രശ്നം? എനിക്ക് അപ്പം വേണ്ട, എനിക്ക് ഇടിയപ്പം മതി. ഇച്ചിരി ഇടിയപ്പം അല്ലേ ചോദിച്ചത്, നിനക്കത്തിന് ഉണ്ടാക്കി കൊടുത്തൂടെ? അത് ഉമ്മാമാരുടെ വീട്ടിൽ വരുമ്പല്ലേ കൊച്ചെന്തെങ്കിലും ഇത്തിരി വൃത്തിയോളം അല്ല കഴിക്കണം. അവിടെ ആണെങ്കിൽ അതിനൊന്നും ആ കൊച്ചിന് സമയം, അത്രയ്ക്ക് ജോലി ഭാരമാണ്. ഇച്ചിരി അതിന് മാത്രം ആനയ്ക്ക് ഉണ്ടാക്കും പോലെ ഒന്നും ഉണ്ടാക്കണ്ട. ആ കൊച്ചിന് 2 ഇടിയപ്പം അങ്ങോട്ട് ഉണ്ടാക്കി കൊടുത്താണ്. മോള് പോയിന്ന് കളിക്കും മക്കളെ കേട്ടാ. ആമ ഉണ്ടാക്കി തരും, ഉണ്ടാക്കി കൊടുത്തോളാം അമ്മ. കൊച്ചി ഇടിയപ്പം ഉണ്ടാക്കാൻ വലിയ പാട്. ഇരിക്കാൻ പോലും പറ്റില്ലല്ലോ. തലവേദന എടുത്തിട്ടാണെങ്കിൽ ഇരിക്കാനും വയ്യ. നിന്റെ മുഖം എന്ത് വല്ലാതിരിക്കുന്നത്? തലവേദന എടുത്ത് വരയ്ക്കാൻ മാറിയില്ലേക്കാ. മൈഗ്രൈൻ്റെ തലവേദന ഉറങ്ങാതെ മാറില്ല. ഞാൻ ഉറങ്ങാൻ ശരിയാവില്ല, ഒരുപാട് പണിയുണ്ട്. അതിന് ഉമ്മായും അവളൊക്കെ ഇവിടെ ഇല്ലേ? രണ്ടുപേരും ഇവിടെ ഉണ്ടല്ലോ. പിന്നെ അതിന്റെ ഇടയ്ക്ക് നീ കിടന്നിരിക്കുന്നു. ശരിയാവൂലേക്കാ. ഞാൻ ചെയ്യണ്ട, ഞാൻ തന്നെ ചെയ്യണ്ട. അങ്ങനെ ഇട്ടാ ശരിയാവൂലല്ലോ. എന്താണെന്നാണ് ചോദിക്കട്ടെ. ആ പെണ്ണിന് നല്ല തലവേദന ഉണ്ട്, അതുകൊണ്ട് മൈഗ്രൈൻ്റെ തലവേദന. അപ്പം അവളിച്ച് കിടന്ന് ഉറങ്ങട്ടെ കുറച്ച് നേരം. ഇവിടെ ഇത്രയും ജോലി എടുക്കണമെന്ന് രണ്ടും കൂടെ ചെയ്യും. അപ്പം നിങ്ങളൊന്ന് പറയാൻ അവർക്ക് പോയി ഒന്നിച്ച് ഉറങ്ങാൻ പറയും കേട്ടാ. അല്ലേ പെണ്ണുപിള്ളേരെ വാക്കം കേട്ടോണ്ട് തുമ്മിച്ചാടി വന്നിരിക്കണവേ. എന്താന്നാണ് ഇവിടെ അതിന് ഭയങ്കര മലമറിക്കണ പണിയല്ല കിടക്കണ. എന്റെ കൊച്ചി അവിടുന്ന് ജോലി ചെയ്ത് ക്ഷീണിച്ച് തളർന്ന് വയ്യാണ്ടാണ്, അത് സഹികെട്ടാണ് ഇങ്ങനെ കയറി വന്നത്. ഇതേപോലത്തെ ഒരു അമ്മായിയും വീടും ഉണ്ടായിരുന്നു. എന്റെ കൊച്ചി ഇപ്പോഴും അവിടെ നിന്നനാ. അവർക്ക് എന്തിനാണ് ഇവിടെ കഷ്ടപ്പാട്? എപ്പോഴും പറയാം തലവേദന. വിഷമിച്ച് കരങ്ങി ഇറങ്ങിയിരിക്കണ എന്റെ കൊച്ചിനെ കൊണ്ട് നിനക്ക് പണി ചെയ്യിപ്പിക്കണം. നിനക്ക് കണ്ണിച്ചോറും ഉണ്ടാടോ? നിനക്ക് പെണ്ണാളാ പെങ്കൊന്താ? നീ എന്റെ വയറ്റിൽ തന്നെയല്ലടാ കൊടുത്തത്. അവള് കൊറേ ദിവസമായല്ലോ ഇങ്ങനെ വന്നു പണയം കിടക്കണം. ഇങ്ങനെ പണയം എന്നിട്ട് കാര്യമില്ലല്ലോ. എന്തെങ്കിലും കാര്യങ്ങൾ എന്തെങ്കിലും സംസാരിച്ച് ക്ലിയർ ആകണമല്ലോ. അല്ലാതെ ഇങ്ങനെ വെറുതെ പണയം കിടന്നിട്ട് എന്ത് ചെയ്യും? നീ ഒരു പെണ്ണാട്ടി എന്നും പറഞ്ഞ് നിനക്ക് ഉമ്മായും പെങ്ങളെയൊന്നും ഇനി വേണ്ടല്ലോ.
ഇങ്ങനെ ഒരുത്തനാണല്ലോ പഠിച്ചവനെ ഞാൻ ജന്മം കൊടുത്തത്. എനിക്കിതൊന്ന് കാണാൻ വയ്യ. ഇപ്പൊ അങ്ങോട്ട് ജോലി ചെയ്ത് കൊടുക്ക. അവളെ അങ്ങ് സപ്രപഞ്ച കട്ടിലിരുത്തി ആട്ടായി ഞാനാ. എന്നോടാണ് അവന്റെ കളി. ഓ വരണുണ്ടല്ലോ. ഉമ്മ നിങ്ങളിങ്ങനെ കരയല്ലേ ചുമ്മാ ആവശ്യമില്ലാതെ എന്തെങ്കിലും കാര്യങ്ങൾ കേൾക്കുമ്പോഴത്തേക്ക്. എനിക്ക് കരയാതിരിക്കും. നമുക്ക് എന്തെങ്കിലും തീരുമാനം ഉണ്ടാകാം. നിങ്ങൾ സങ്കടപ്പെടണ്ട കേട്ടോ. എനിക്കേ നിന്നോടൊന്നും പറയാനില്ല. നീ അങ്ങോട്ട് മാറ്. എനിക്ക് അവന്റെ എപ്പോഴെടുത്താണ് 2 വാക്ക് പറയാനുള്ളത്. എടീ പെണ്ണ് കെട്ടി വീട്ടിൽ കൊണ്ട് വന്നാലേ ഈ ഭർത്താക്കന്മാരെ സാരി തുമ്പിൽ കെട്ടിയിട്ടോണ്ട് നടക്കണേ നിന്റെ ഈ സ്വഭാവം കൊണ്ടല്ല. അത് നല്ല കുടുംബത്തിൽ ചേർന്ന പെമ്പിള്ളേർക്ക് പറഞ്ഞിട്ടുള്ളതല്ല. അത് ഓരോന്ന് പറഞ്ഞ് തലേണ മാത്രം പറഞ്ഞ് അവനെ മൊത്തത്തിൽ അങ്ങ് മാറ്റി എടുത്തിട്ടുണ്ട് അവള്. ഒരു ശൃംഗാരി. എന്താണ് ഉമ്മ മനസ്സിൽ പോലും വിചാരിക്കാത്ത കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയണത്? എന്തോ നിക്കാ ഇത്? എന്തോന്നുമ്മ ഇത്? നിങ്ങൾക്ക് ഇങ്ങനെ ആവശ്യമില്ലാതെ ഓരോന്ന് മനസ്സിലിങ്ങനെ തോന്നി വയ്ക്കണം. എന്തിനാണ് ഓരോന്ന് ആവശ്യമില്ലാതെ ചിന്തിച്ച് കൂട്ടുന്നത്? അതെങ്ങനെ എനിക്കറിയാടാ. നിന്റെ ചെലവിന് ഞാനും കിടക്കണോണ്ടാണല്ലോ നീ ഇപ്പൊ ഇങ്ങനെയൊക്കെ വന്ന് വർത്താനം പറയാൻ തന്നെ വന്നത്. പറഞ്ഞിട്ട് കാര്യമില്ല. നിന്റെ തന്ത ഉണ്ടാക്കിയതെല്ലാം ഉണ്ടാക്കുകയും ചെയ്തു, അതേപോലെ നശിപ്പിക്കുകയും ചെയ്തു. പിന്നെ ഈ കടങ്ങളൊക്കെ തീർന്നില്ലേ? ഇപ്പൊ എല്ലാം നിന്റെ കയ്യിലായില്ലേ? എനിക്ക് മനസ്സിലാവണുണ്ട്. അതിന്റെയൊക്കെ ഹുങ്കാണ് നീ കാണിക്കണത്. നിങ്ങൾക്ക് ഇത് എത്ര പറഞ്ഞാലും മനസ്സിലാവത്തില്ല. പറഞ്ഞു മടുത്തേ. നീ വാ പോ. അവളൊരു പൂങ്കണ്ണീര് ആവശ്യമില്ലാത്ത തോന്നല് പോലും തോന്നല്. അമ്മ വരെ നിങ്ങൾ വരെ ചോറ് കഴിക്കാം. എല്ലാവരോട് നിങ്ങളെവിടെ വിളിക്കും. ഞാൻ എന്റെ കൊച്ചിനുള്ള ചോറ് അതിന്റെ റൂമിൽ കൊണ്ടങ്ങ് കൊടുത്തോളാം. ഇനി നിങ്ങളടുത്ത് വന്നിട്ട് തിന്നിട്ട് വേണം നിങ്ങൾക്ക് ഭാര്യയ്ക്കും ഭർത്താവിന് ഒരു സ്വൈര്യക്കേട് വരെ. എന്നാ പിന്നെ ഞങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്യും. ശരി, ഞാൻ കഴിക്കുവാ. മോളെ പൊടിമോളെ, നീ ഇങ്ങനെ സങ്കടപ്പെട്ട് ഇരിക്കല്ലേ മക്കളെ. അങ്ങനെ വിഷമിക്കാതെ ഇരിക്കും ഉമ്മ. എന്റെ കൊച്ചിന് എന്തിനാ ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കണ? എനിക്ക് അങ്ങോട്ട് പോകണ്ട ഉമ്മ. ഇവിടെ നാത്തൂന് എന്തൊരു സുഖം. ഉമ്മ വല്ല പറയണുണ്ടോ? ഇക്കൊക്കെ വല്ല പറയണുണ്ടോ? ഇവിടെ ആരും ഒന്നും പറയണില്ല. എന്റെ ഒക്കെ ഒരു ജീവിതം. എന്റെ കുഞ്ഞെ, നിനക്ക് പോകാൻ ഇഷ്ടമല്ലെങ്കിൽ നീ അങ്ങോട്ട് പോണ്ട. ഞാൻ അങ്ങോട്ട് പോവൂല അമ്മ, പോവൂല. എനിക്കിവിടെ നിന്നാ മതി. എന്റെ കൊച്ചിന് ഈ ഉമ്മായെ പോലത്തെ ഒരു അമ്മായിയും കിട്ടിയില്ല, ഇങ്ങനത്തെ ഒരു വീടും കിട്ടിയില്ല. എന്റെ കൊച്ചിന്റെ വിധി. ഏത് വീട്ടിൽ പോണത്? എന്തിനു വാപ്പാടെ വീട്ടിൽ പോണത്? ഇവിടെ നിന്നാ മതി. എനിക്കിനി അങ്ങോട്ട് എടുക്കാനും വയ്യ. നിന്റെ കൊറേ വാപ്പുമ്മ. നീ കണ്ടതല്ലേ വാപ്പമ്മയും വാപ്പയും കൂടി എന്നെ വഴക്ക് പറഞ്ഞത്? കൊച്ചേ, മോളെ നീ പോയി കളി. പോയി. എന്റെ മക്കളെ, തഞ്ചത്തിനൊക്കെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണേ. കൊച്ചിന് മൊത്തം അവരുടെ അടുത്താണല്ലോ കൂറ്. അങ്ങനെ വിട്ടുകൊടുക്കരുത്. നിനക്കറിയാലോ, നിന്നെ നിന്റെ കാക്കച്ചിയെ ഞാന് നിന്റെ വാപ്പാരെ വീട്ടുകാർ വന്നാൽ അവർക്കങ്ങനെ വിട്ടുകൊടുക്കൂല. അവരോട് കൂടുതൽ അടുപ്പിക്കാൻ പോലും ഞാൻ നോക്കൂലായിരുന്നു. അറിയാലോ, ഞാൻ ഇങ്ങനെ ചേർത്ത് പിടിക്കുക എൻ്റെ അടുത്ത്.
നമ്മൾ ഒരിക്കലും വിട്ടുകൊടുക്കരുത്. നമ്മൾ ഉമ്മമാരെ സ്നേഹം മക്കൾക്ക് മാത്രം കൊടുക്കണം. വാപ്പാമാർക്ക് വാപ്പാരെ കുടുംബക്കാർക്ക് മക്കളെ വിട്ടു കൊടുക്കരുത്. നിന്റെ പിടിപ്പേടാണത്. കൊച്ചിത് എന്തൊക്കെയാണ് പറഞ്ഞിട്ട് പോയോ? വാപ്പായ മതിയെന്നാ. കുറച്ചോനേ തള്ളേ മതിയെന്ന് പറയിപ്പിക്കണം കൊച്ചിനെ കൊണ്ട്. ഇങ്ങനെയൊന്നും പറയിപ്പിക്കരുത്. ഓ കാഞ്ഞ വിത്ത് തന്നെ. എന്തരയ്യാമ്മ ബ്രെയിൻ വാഷ് ചെയ്ത് വെച്ചേക്കാണ് പിള്ളേരെയൊക്കെ. ഞാൻ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുമെന്ന് നോക്കട്ട്. നീ സങ്കടപ്പെടാതിരിക്കും. ഒരു എവിടാ? അവിടെ ഇരിക്കണല്ല. മക്കളെ, എന്റെ മക്കൾക്ക് എന്തിനൊരു സങ്കടം? അതിന് നേരെ ഇട്ടിട്ടിരുന്നാണി. എന്തിനാണ് ഒരു സങ്കടം? എനിക്ക് വാപ്പാനെ വാപ്പൂനെ കാണാൻ പോകണം. അപ്പൊ മക്കൾക്ക് ഉമ്മാമയെ വേണ്ട? എനിക്ക് വാപ്പൂനെ വാപ്പാനെ കാണാൻ പോയാൽ മതി. ആ വാപ്പവും വാപ്പൂപ്പായല്ലേ മക്കളെ ഉമ്മച്ചിയെ വഴക്കൊക്കെ പറഞ്ഞത്. വഴക്ക് പറഞ്ഞോണ്ടല്ലേ മക്കളെ ഉമ്മയും ഇങ്ങ് വന്നത്. അല്ല, ഉമ്മാമ്മക്ക് അറിയാമോ ഈ ഉമ്മയാണ് അവിടുത്തെ പ്രശ്നങ്ങൾ ഉണ്ടാക്കണം. എന്നിട്ട് ബാപ്പുവിന്റെ അടുത്ത് തർക്കുത്തരം പറയും, ദേഷ്യം വിടും. മക്കളെ, അത് മക്കളെ കണ്ടിട്ട് അവർ അഭിനയിക്കുന്നതാണ്. ഈ ബാപ്പവും ബാപ്പിയൊക്കെ അഭിനയിക്കുന്നതാണ്. അവര് നല്ല പിള്ളേരാവണതാണ്. അവരൊക്കെ ഭയങ്കര കുഴപ്പങ്ങളാണ്. കുറെ നാളെയപ്പോ മക്കളെ എടുത്തള്ളിട്ട് അടിക്കും അവര്. അത് മക്കളെ അടിക്കുമെന്ന് പറഞ്ഞോണ്ടല്ലേ ഉമ്മച്ചി മക്കളെ കൊണ്ട് ഇങ്ങനെ വന്നത്. അവരൊന്നും കൊള്ളൂല. ചീത്ത ആൾക്കാരാണ്. കൂട്ടുകൂടാനേ കൊള്ളൂല. എനിക്കറിയാം ഈ ഉമ്മായാണ് ഓരോ കുത്തുതിരുമ്പാണ് ഉണ്ടാക്കുന്നത്. എന്റെ വാപ്പയും വാപ്പായും പാവമാണ്. ഞാൻ പോണേ. അവന്റെ അല്ലേ ചോര. എങ്ങനെ മാറും? ഓ വിത്ത് ഗുണം 10. പൊടി ഇവിടെ ഉണ്ടല്ലേ? അവള് ഇന്നലെ കുറച്ചായി ഇവിടെ ഉണ്ടായിരുന്നു. അവളിന്ന് സർട്ടിഫിക്കറ്റും കൊണ്ട് എടുത്തിട്ട് എന്തോ അത്യാവശ്യത്തിന് ഇന്റർവ്യൂ കണ്ടുണ്ട്. അങ്ങനെ പോവും. ഇന്ന് തന്നെ അവനാണെങ്കിൽ അവളില്ലാതെ പറ്റില്ലല്ലോ. ഓ ഇന്ന് തന്നെ പോവും. അങ്ങനെ ഇതിട്ടാ മതി. പെട്ടെന്ന് വാ, സമയം പോയി. അങ്ങനെ എങ്ങോട്ടൊക്കെ പോകണം? ആദ്യം അവളെ വീട് വരെ പോണം. പിന്നെ നമ്മളെ വീട്ടിൽ പോയിട്ട് പിന്നെ അതുവഴി കുളുമുകളിലൊക്കെ പോയിട്ട് തിരിച്ചു വരാം. രണ്ടുകൂടി എങ്ങോട്ട് പോണത്? ഇപ്പൊ ശരിയാക്കി തരാമേ. അങ്ങനെ ഇപ്പൊ സൂചിക്കുന്നു. ഓ എന്തൊരു ഒരുക്കം. എവിടെ? ഇല്ല, ഉമ്മായ കണ്ണ് തിരിച്ചു വരണം. ഓടത്തുള്ളി പറഞ്ഞല്ല. എന്തോ കൂടെ ഇവിടെ കെട്ടിയൊരുങ്ങി പോണല്ലോ ഉമ്മ. അവര് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കറങ്ങാൻ പോക്കൊക്കെ ഉണ്ട്. ഓ പോയിട്ടൊക്കെ. അതെങ്ങനെ ഉമ്മ ശരിയാവണം? ഞാനിവിടെ എൻ്റെ ഇക്കായം കഴിഞ്ഞിട്ട് അവിടെ നിന്ന് വിഷമിച്ച് ഞാൻ ഇവിടെ വന്ന് അടി ഉണ്ടാക്കി വന്ന് നിൽക്കുമ്പോഴാണ് അവരിങ്ങനെ സൂക്ഷിക്കാൻ പോണത്. ഓ എനിക്കതൊന്നും കണ്ടിട്ട് സഹിക്കണില്ലമ്മ. സങ്കടം വന്നുമ്മ. എൻ്റെ ഒരു വിധി. ഉമ്മ അക്കാര്യം അങ്ങ് മറന്നല്ല. എൻ്റെ കൊച്ചിന് വിഷമാവൂല്ലേ? എന്നെ മനസ്സിൽ ശരിയാക്കുന്നുണ്ട്. റൂമിലോട്ട് അപ്പൊ ഞങ്ങളെ ഇറങ്ങിയേട്ടാ. കൊള്ളാം കൊള്ളാം. രണ്ടും കൂടി എവിടെ പോണത്? വീട്ടിലൊന്നും പോണമോ? അതെങ്ങനെ ശരിയാവോടാ? എന്റെ കൊച്ചു വിഷമിച്ച് ഇവിടെ വന്ന് ഇരിക്കണമെന്ന് നിങ്ങൾ കണ്ടതല്ലേ? അത് കരഞ്ഞ് 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 ആ റൂമിനകത്ത് തന്നെ ഏത് സമയം. എന്നിട്ട് നിനക്കൊക്കെ എങ്ങനെ തോന്നുന്നു കെട്ടി ഒരുങ്ങി ഇങ്ങനെ പോവാൻ? അതിന് അത് കാണുമ്പോ വീണ്ടും എന്റെ മനസ്സ് വിഷമിക്കല്ലേ ഉള്ളൂ. ഈ കഴിഞ്ഞ പോണ്ടേക്കാ സാരില്ല. വേണ്ട, അവൾക്ക് ഞാൻ അത് ഓർത്തില്ല. ശരിയമ്മ, ഞങ്ങൾ അവന് പെങ്ങളെ വേണോ? അല്ലേ എങ്ങോട്ട് തട്ടുച്ച സമയത്ത് പോണത്? ഇക്ക ഉറങ്ങല്ലേ, അപ്പൊ ഞാൻ വിചാരിച്ചിട്ട് പണിയൊക്കെ ഒന്നും ഒതുങ്ങിയല്ല.
4 മണി വരെ ഒന്ന് കിടന്ന് ഉറങ്ങിയിട്ട് എണീച്ചിട്ട് ചായ ഇടാം. ആണുങ്ങൾ ഉച്ചയാകുമ്പോൾ ഇച്ചിരി ഉറങ്ങിയെന്നൊക്കെ ഇരിക്കും. അതിന് ഈ പെണ്ണുങ്ങൾ അങ്ങോട്ട് പോയി കിടക്കണമെന്നൊന്നും നമ്മളെ കുടുംബത്തിൽ നല്ല കാര്യങ്ങളൊന്നും അല്ലത്. നമ്മളെ കുടുംബത്തിൽ പെണ്ണുങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളതിനും അല്ലത്. ഉച്ചയ്ക്ക് ഉറക്കം. ഞാൻ എൻ്റെ മോൾ ഇവിടെ ഇരിക്കില്ലേ, നിനക്ക് അങ്ങനെ ഇവിടെ വന്ന് ഇരുന്നൂടെ? അതെ ഉമ്മ, ഞാനൊന്ന് ചോദിക്കട്ടെ. ഞാൻ ഇവിടെ കെട്ടിക്കയറി വന്നിട്ട് ഞാൻ നിങ്ങൾ പറയുന്നത് എല്ലാം ഞാൻ അനുസരിച്ചിട്ടുള്ളൂ. ഇത് വരയ്ക്കും മറുത്തു ഒരു സംസാരം ഞാൻ എൻ്റെ ഭാഗത്തുനിന്ന് നിങ്ങളടുത്ത് ഉണ്ടായിട്ടില്ല. എനിക്ക് ഉറങ്ങാൻ തോന്നുമ്പോൾ ഉറങ്ങിയേ പറ്റൂ. എനിക്ക് അത്രയ്ക്ക് തലവേദനയുണ്ട്. നിങ്ങൾ മോളും ഉമ്മായി അവിടെ ഇരിക്കണമെന്ന് പറഞ്ഞാൽ എനിക്ക് നിങ്ങളെ കൂട്ടത്തിൽ വന്നിരിക്കാൻ പറ്റുമോ? നിങ്ങൾ എന്നെ കൂടെ ജോലിക്കുന്ന നിങ്ങൾ ആരും ഞാൻ കണ്ടില്ലല്ലോ അടുക്കളയിൽ. മോളും ഉണ്ട്, ഉമ്മായും ഉണ്ട്. നിങ്ങൾ ആരെങ്കിലും ഒരാൾ വന്ന് എന്തെങ്കിലും ആയിരിക്കും തരേ, പാത്രം കഴുത്തരേ, എന്തെങ്കിലും ഒരു സഹായം നിങ്ങൾ ചെയ്യുന്നുണ്ടോ? തലവേദന എടുത്തിട്ട് പൊളങ്ങിട്ട് പോലും നിങ്ങൾ ആരും തിരിഞ്ഞു പോലും നോക്കിയില്ല. എന്നിട്ടാണ് ഓരോരോ വർത്തമാനങ്ങൾ കൊണ്ട് വരുന്നത്. പിന്നെ എനിക്കൊരു കാര്യം പറയാം. നിങ്ങളെ ഈ പറയുമ്പോൾ പറയും ഞാൻ ഇവിടുത്തെ അടിമയാണ്. ഇവിടെ ഞാൻ വന്ന് കയറിയപ്പോൾ ഇവിടെ മൊത്തം കടവ് വരും. മോക്ക് ജപ്തി നോട്ടീസിൻ്റെ വക്കിൽ വരെ വന്നിട്ട് എൻ്റെ വാപ്പ സ്വർണ്ണം എടുത്ത് കൊടുത്ത് അതെല്ലാം ശരിയാക്കാൻ പറഞ്ഞിട്ട് നിങ്ങൾ അതെല്ലാം ശരിയാക്കി എൻ്റെ പേർക്ക് എഴുതി തന്നിട്ടുണ്ട്. ഇതില്ല അക്കാര്യം നിങ്ങൾ മറക്കരുത് കേട്ടല്ല. എനിക്ക് ഒരു വാക്ക് മതി നിങ്ങൾ എനിക്ക് ഇവിടെ നിന്ന് ഇറക്കി വിടാൻ. പിന്നെ എൻ്റെ ഒരു മര്യാദ കൊണ്ട് ഞാനത് ചെയ്യാത്തതാണ്. അട മുട്ടിയാലുണ്ടല്ല ചേരയും കടിക്കും. അത് നിങ്ങൾ ആലോചിച്ചാൽ കൊള്ളാം. അതെന്നെ കൊണ്ട് ചെയ്യിപ്പിക്കരുത്. അവിടെ എന്തരാണ് അവിടെ? അതെ, ഉമ്മാക്ക് ഒരു ചെറിയൊരു റെസിപ്പി പറഞ്ഞു കൊടുത്തതാണ്, ഒരു കറിയില. ഉമ്മാക്ക് ഇപ്പൊ കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് തോന്നുന്നു. അവിടെ പറഞ്ഞതിൽ കാര്യമില്ലാതില്ല. എങ്ങനെയെങ്കിലും പറഞ്ഞ അങ്ങ് വീട്ടിൽ വിടണേയിരിക്കും നല്ലത്. അയ്യോ, ഇവിടുന്ന് ഇറക്കി വിട്ടാൽ ഞാൻ എങ്ങോട്ട് പോവും? എന്റെ കുറച്ചുകൂടെ ഞാൻ ചിന്തിച്ചില്ലല്ലോ അത്. മോളെ നീ ഉറങ്ങിയ? ഇല്ല, ഇത്താന്ന് മയങ്ങിപ്പോ. ഇത്താക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്, അതുകൊണ്ടാണ് വന്നത്. മോള് വന്നിട്ട് കുറേ ദിവസമായില്ലേ? ഇത്ത പറയുന്ന ശ്രദ്ധിച്ചൊന്ന് കേളു. നമ്മളെ ജീവിതത്തിൽ നമ്മളെടുക്കുന്ന തീരുമാനങ്ങൾ കുറേ നാൾ കഴിയുമ്പോൾ അത് തെറ്റാണെന്ന് നമുക്ക് തോന്നും. അപ്പോഴത്തേക്കും ചിലപ്പോൾ നമുക്ക് തിരുത്താൻ പറ്റാത്തൊരവസ്ഥയിലായി പോകുമ്പോൾ ഇത് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളല്ലേ. എന്തെങ്കിലും ജോലി പറയുന്നതോ അതിപ്പോൾ വയസ്സായിരിക്കണവരൊക്കെ ഇവിടെ തന്നെ ഉമ്മ എന്നെ എന്തെല്ലാം പറയുന്നത് നീ കേൾക്കണില്ലേ? അത് അങ്ങനെ ചെയ്യുക ഇങ്ങനെ ചെയ്യുക എന്നൊക്കെ പറയും. അവർ മുതിർന്നവരല്ലേ. കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകും. ഈ ആ കുഞ്ഞിൻ്റെ കാര്യം അതിനാണ് അതിൻ്റെ വാപ്പായെ കാണാൻ എന്ത് ആഗ്രഹമുണ്ട്. എപ്പോഴും അത് അതിൻ്റെ വാപ്പായെ കുറിച്ചിട്ടാണ് കാര്യങ്ങളൊക്കെ പറയണത്. നീ എത്രയും പെട്ടെന്ന് പോവാൻ നോക്കും. ഇത്താക്ക് ഇതേ പറയാനുള്ളൂ. മോൾ ഇത് നല്ല രീതിക്ക് എടുക്കണം. മോളിവിടെ വീട്ടിൽ എത്ര ദിവസം വേണമെങ്കിലും വന്ന് നിന്ന് ഒരു പ്രശ്നവുമില്ല. പക്ഷേ ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് വരാതിരിക്കണമല്ലോ എന്നുള്ളത് ജീവിതം നോക്കണ്ടേ? ഞാൻ നോക്കട്ടെ. എനിക്ക് ഇത്രേ പറയുള്ളൂ. മോള് ക്ഷമിക്ക്. നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം. നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ. അപ്പോൾ നല്ലൊരു തീരുമാനം എടുക്കുമെന്ന് ഇത്ത വിചാരിക്കുന്നു. അപ്പം ഇത്ത പോട്ടെ. ശരി ഇത്ത പോട്ടെ. ഉപദേശത്തിന് പിന്നെ പൈസ കൊടുക്കണ്ടല്ലോ, ഫ്രീ ആണ്. മോളെ ഉമ്മ പറയണ എൻ്റെ മക്കളൊന്ന് കേള്. പിന്നെ എൻ്റെ കൊച്ചങ്ങ് പോ. ആ ഉമ്മ വിളിച്ച് സംസാരിച്ച് അവർക്കൊന്നും നിൻ്റെ അടുത്ത് ഒരു ദേഷ്യവും ഇല്ലാന്ന്. ആ പൊടി കൊച്ചിലാണെങ്കിൽ തന്റെ കാണാതെ അത് ഇരിക്കണില്ല മക്കളെ. ഉമ്മ പറയണ കേളു. വീട്ടിൽ നിന്ന് ഇറക്കി വിടുമെന്ന് ഇറങ്ങിയപ്പോ മയൊന്നും തേച്ചല്ലേ. പിന്നെ ആർക്കാരും പേടിയാവൂലേ? നിന്റെ കൂടെ വന്നിരിക്കാൻ പറ്റുമോ എനിക്ക്? അവിടെ പൈസക്കുള്ള വീടാണത്. വന്നിട്ട് പോലും ഇത്രയും നാളെ ഞാൻ എന്തൊരു പറഞ്ഞാലും അവിടെ ഒന്നും മിണ്ടാതെ അതെല്ലാം ചെയ്യുമായിരുന്നു. അവിടെ കുറ്റം പറയാനൊന്നും പറ്റൂല കേട്ടാ. ഞാൻ പോവാം. പക്ഷേ കുറച്ച് ദിവസം കൂടി ഇച്ചിരി ഇവിടെ വന്ന് നിൽക്കാമെന്ന് വിചാരിച്ചതാണ്. അവക്കിട്ട് നല്ലോണം പണി കൊടുക്കാന്നൊക്കെ വിചാരിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി വന്നതാണ്. എല്ലാം തേങ്ങി. എൻ്റെ കയ്യിൽ നിന്റെ കയ്യിലൊക്കെ പ്രശ്നമുണ്ട്. നീ അങ്ങ് പോവാൻ നോക്ക, അതായിരിക്കും നല്ലത്. ഇനി കെട്ടിയിറങ്ങി പോണല്ലോ. പോണടാ. ഇനി എന്ന് വരും? പോയി പോയി. ഇത്രയും കൂടെ വരണോ കൊണ്ടുപോവാൻ? വേണ്ട, ഞാൻ വെക്കോളാം.
ബാ ഇറങ്ങി പോവാൻ ഞാൻ ഉണ്ടാക്കാം. ഞാൻ എല്ലാ ആളെയും അടുത്ത് ഞാൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്. വേറെ വിഷമിക്കണ്ട, ബാ. പോവാം.